ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ശ്വേതാസ് ആണ്. അപ്പൊ അക്ഷരഗണിതം അഥവാ ലെറ്റർ മാത്ത് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ എന്താണ്, വളരെ സിമ്പിൾ ആയ ചാപ്റ്റർ ആണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയ ഒരു ചാപ്റ്റർ ആണ് എന്ന് മിസ് പറയും കേട്ടോ. ഒന്നുമില്ല, വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത്. അപ്പൊ ആ ഒരു ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. നമ്മുടെ പരീക്ഷയ്ക്കാണ് അടുത്ത് വരുന്നത്. അപ്പൊ സെറ്റ് ആയിട്ട് നമ്മൾ ഇനി എന്താണ് ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കേണ്ട ഒരു ടൈമാണ്. സോ ഒരു പേനയ്ക്ക് 7 രൂപയാണ് എന്ന് പറഞ്ഞു. ഒരു നോട്ട് പുസ്തകത്തിന് 12 രൂപ. ദ പ്രൈസ് ഓഫ് എ പെൻ ഇസ് 7 rupees ആൻഡ് ദ പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക് ഇസ് 12 rupees. അടുത്ത ചോദ്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം അല്ലേ. 5 പേനയ്ക്കും 6 നോട്ട് പുസ്തകത്തിനും കൂടി ആകെ വില എന്താണ് എന്നാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ ടോട്ടൽ പ്രൈസ് ഓഫ് 5 pens ആൻഡ് 6 നോട്ട്ബുക്സ് എന്നാണ് ചോദിച്ചിട്ടത്. അപ്പൊ ഒരു പേനയ്ക്ക് എത്രയാണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 1 പെന്നിന് എന്ന് പറയുന്നത് 7 rupees ആണ്. 7 രൂപയാണ് ഒരു പേനയ്ക്ക് എന്ന് പറയുന്നത്. ഒരു നോട്ട് പുസ്തകത്തിനോ 1 നോട്ട്ബുക്ക് ഇസ് ഈക്വൽ ടു 12 rupees ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 12 രൂപ അഥവാ റുപ്പീസിൽ എഴുതാണെങ്കിൽ ഓക്കെ, ഫുൾ റുപ്പീസിൽ നമുക്ക് എഴുതാം അല്ലേ. ₹7 ആണ് പെന്നിന്, ₹12 ആണ് നമ്മുടെ നോട്ട്ബുക്കിന്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയാലോ. 5 പേന അല്ലെ, 5 പേനയ്ക്കും 6 നോട്ട് പുസ്തകത്തിനും കൂടി ആകെ വില എത്രയാണ് എന്നാണ് ചോദിച്ചത്. 5 പേന എന്ന് പറയുമ്പോൾ ഒരു പേനയ്ക്ക് 7 രൂപയാണെങ്കിൽ 5 പേനയ്ക്ക് എത്രയായിരിക്കും? അതെ, 5 ഗുണം 7 ആയിരിക്കും. അതേപോലെ ഒരു നോട്ട്ബുക്കിന് 12 രൂപ, അങ്ങനെയെങ്കിൽ 6 നോട്ട്ബുക്കിന് എത്രയായിരിക്കും? 6 ഗുണം 12. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ, ഗുണിച്ച് കഴിഞ്ഞ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഉത്തരം കിട്ടും അല്ലേ. അപ്പൊ എന്ത് ചെയ്താൽ മതിയിടാ? 5 into 7 എന്ന് പറയുന്നത് എത്രയാണ്? 35 ആണ്. 12 into 6 ചെയ്ത് നോക്കാം അല്ലേ. 2 into 6 12 ആണ്. ഇവിടെ 6, ഇവിടെ 7. സോ 72. 72 35 കൂടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് കൂട്ടി നോക്കിയാൽ മതി അല്ലേ. സോ 5 plus 2 എന്ന് പറയുന്നത് 7 ആണ്. ഇവിടെ 10 ആണ് എന്ന് പറഞ്ഞാൽ 102 rupees അഥവാ 102 രൂപയാണ് ആകെ ആയത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. 12 പേനയും 7 നോട്ട് പുസ്തകവും ആയാലോ. വാട്ട് അബൌട്ട് 12 pens ആൻഡ് 7 നോട്ട്ബുക്സ് എന്നാണ് ചോദിച്ചത്. അപ്പൊ ഈ 5ന് പകരം എന്താകും? എത്ര പേനയായി? 12 അല്ലെ. 12 into 7ഉം ഇവിടെ എത്രയായി? 7 നോട്ട് പുസ്തകവും. സോ ഈ 6ന് പകരം എന്തായി? 7ഉം. 7 into 12. അപ്പൊ 7 into 12നെ 2 തവണ അല്ലെ, 2 തവണ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ 12 into 7 എത്രയാണ് നോക്കാം. 2 7s are 14. 7 into 1 7 plus 1 8. അപ്പൊ 84ന് എന്ത് ചെയ്താൽ മതി? 2 തവണ നമ്മൾ കൂട്ടി നോക്കാം. 4 plus 4 എന്ന് പറയുന്നത് 8 ആണ്. 8 plus 8 എന്ന് പറയുന്നത് 168 ആണ്. സോ 84 plus 84 which is equal to 168. 168 രൂപയാണ് ആവുക എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണെന്ന് നോക്കിയാലോ. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. പേനയുടെ എണ്ണം, നോട്ട് പുസ്തകത്തിന്റെ എണ്ണം, ആകെ വില, ഇവ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് ചോദിച്ചത്. വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് പെൻസ്, നമ്പർ ഓഫ് ബുക്സ് ആൻഡ് ദ ടോട്ടൽ പ്രൈസ്? മക്കളെ ഇവിടെ നോക്കിക്കേടാ. ഈ 5ഉം 12ഉം ഒക്കെ എന്താണ്? പേനയുടെ എണ്ണമാണ്. അതായത് നമ്പർ ഓഫ് പെൻസ് ആണ് ആദ്യം നമ്മൾ കണ്ട ഈ ഒരു 5ഉം 12ഉം ഒക്കെ അല്ലേ. അതിന് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 7. 2 സ്ഥലത്തും എന്താണ്? പേനയുടെ വില, പെന്നിന്റെ വില എന്ന് പറയുന്നത് 7 ആണ് എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇതെന്താണ്? നമ്മുടെ 6ഉം 7ഉം തന്നിട്ടുള്ള 6ഉം 7ഉം എന്താണ്? യെസ്, നമ്പർ ഓഫ് നോട്ട് ബുക്സുമാണ് അല്ലെ. നമ്പർ ഓഫ് നോട്ട് ബുക്സ് ആണ്. അപ്പൊ അത് എത്രയാണ്? നമ്പർ ഓഫ് നോട്ട് ബുക്സ് എന്ന് പറയുന്നത് ഇൻറ്റു 12 ആണ്. അത് ഇസ് ഈക്വൽ ടു യെസ് ആകെ വില അഥവാ ടോട്ടൽ പ്രൈസ് എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇതാണ് ഇവർ തമ്മിലുള്ള ബന്ധം അല്ലേ. നമ്പർ ഓഫ് പെൻസ് ഇൻറ്റു 7 പ്ലസ് നമ്പർ ഓഫ് നോട്ട് ബുക്സ് ഇൻറ്റു 12 ഇസ് ഈക്വൽ ടു ടോട്ടൽ പ്രൈസ്. ഇനി നമ്മുടെ ലാസ്റ്റ് ചോദ്യം. പേനയുടെ എണ്ണം P, നോട്ട് പുസ്തകത്തിന്റെ എണ്ണം N, ആകെ വില T എന്നെല്ലാം എടുത്താൽ PNT, ഇവ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് ചോദിച്ചത് അല്ലേ. ടേക്കിംഗ് ദ നമ്പർ ഓഫ് പെൻസ് ആസ് P, നമ്പർ ഓഫ് നോട്ട്ബുക്സ് ആസ് N ആൻഡ് ദ ടോട്ടൽ പ്രൈസ് ആസ് T, ഹൗ ഡു വി റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ദം എന്നാണ് ചോദിച്ചത്. അപ്പൊ പേനയുടെ എണ്ണം എന്താണ്? നമ്പർ ഓഫ് പെൻസ് എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. നമ്പർ ഓഫ് പെൻസ് എത്രയാണ്? P എന്ന് കൊടുക്കാനാണ് പറഞ്ഞത്. അതായത് P into 7 പ്ലസ് നോട്ട് പുസ്തകത്തിന്റെ എണ്ണം എന്താണ് പറഞ്ഞത്? N ആക്കി കൊടുക്കാനാണ്. അതായത് നമ്പർ ഓഫ് നോട്ട്ബുക്സ് എന്ന് പറയുന്നത് N ആണ്. N into 12 is equal to ആകെ വില എന്ന് പറയുന്നത് എത്രയാണ്? T ആണ്. അതായത് ഇതിനെ നമുക്ക് എന്താക്കി എഴുതാം? 7P plus 12N is equal to
ടി എന്ന് നമുക്ക് എഴുതാം. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫോമിലെ ടേക്കിംഗ് ദ നമ്പർ ഓഫ് പെൻസ് ആസ് പി, നമ്പർ ഓഫ് നോട്ട്ബുക്സ് ആസ് എൻ ആൻഡ് പ്രൈസ് ആസ് ടി, ഹൗ ഡു വി റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ദം എന്നാണ് ചോദിച്ചത്. സോ നമ്മൾ റിലേഷൻ എന്താക്കി, നമ്മൾ പിയും എന്നും ടിയും ഒക്കെ വെച്ചിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മിസ്സിന് പറയാനുള്ളത്. സെറ്റ് ആയിട്ട് നമ്മുടെ ആനുവൽ എക്സാമിനൊക്കെ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.